നിങ്ങളൊരു പടം എടുക്കാൻ വന്നാൽ ദയവ് ചെയ്ത് ആ പടം കംപ്ലീറ്റ് ചെയ്ത് അത് ഇറങ്ങിയിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ട് റീഇവാലുവേറ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അടുത്ത ഒരു സബ്ജക്റ്റ് കേൾക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റിയാണ് ഇവരെല്ലാം പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെ ചെന്നിരിക്കുമ്പം അവിടുത്തെ സ്റ്റാഫുകൾ ഇഷ്ടംപോലെ പേര് വേണം. മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അവർ പറയും, സാറേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്, നമുക്കൊരു സ്റ്റുഡിയോ ഒന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഈ ടെക്നീഷ്യൻസിന് മേളിൽ പൈസ മുടക്കരുത് എന്ന് പറയുന്നത്? ഇവിടെ ടെക്നീഷ്യന്മാർ ഒരുപാട് പേര് സ്റ്റുഡിയോ ഇട്ടിട്ടുണ്ട്. ഈ 15 പ്രൊജക്റ്റും ഇല്ല. എല്ലാ മാസവും 1-ാം തീയതി ആകുമ്പം നിങ്ങൾ എല്ലാവരും സാലറി ഇട്ട് കൊടുക്കുന്നു. കാരണം സാലറി കൊടുക്കണമല്ലോ. അപ്പോൾ സ്റ്റുഡിയോ ആണെങ്കിലും ഇതാണെങ്കിലും ബ്ലീഡ് ചെയ്ത് തുടങ്ങുന്നിടത്ത് നിങ്ങൾ ലോസസ് കട്ട് ഓഫ് ചെയ്യണം. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പം ഈ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിനുള്ള ഒരു സാധനമാണ്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതായത് സിനിമ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളൊരു ഫസ്റ്റ് പടം എടുക്കാൻ വേണ്ടി വരും. നിങ്ങൾ പല സ്റ്റുഡിയോസിലും പോവും, ഡിസൈനേഴ്സിൻ്റെ അടുത്ത് പോവും, ഡബ്ബിങ് സ്റ്റുഡിയോ, എഡിറ്ററിനെ കാണും. അങ്ങനെ പല ആൾക്കാരെ നിങ്ങൾ കാണും. ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരുമായിട്ട് നിങ്ങൾ കൂടിച്ചേരും. നിങ്ങളെപ്പോഴും, ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ ഞാനത് ഒന്ന് ടച്ച് ബേസ് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങളൊരു പടം എടുക്കാൻ വന്നാൽ ദയവ് ചെയ്ത് ആ പടം കംപ്ലീറ്റ് ചെയ്ത് അത് ഇറങ്ങിയിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ട് റീഇവാലുവേറ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അടുത്ത ഒരു സബ്ജക്റ്റ് കേൾക്കാൻ പാടുള്ളൂ. കാരണം ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ മിടുക്കന്മാർ ഒരുപാട് പേരുണ്ട്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയും വേഗം ഒരു പ്രൊഡ്യൂസർ, പ്രത്യേകിച്ചും NRI പ്രൊഡ്യൂസേഴ്സ് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ ഒരു പ്രൊജക്റ്റിൻ്റെ ബിസിനസ് വശങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പേ, അതായത് സെയിലബിൾ ബിസിനസ് മനസ്സിലാക്കുന്നതിന് മുമ്പേ അടുത്ത പ്രൊജക്റ്റിലേക്ക് ഗ്രാബ് ചെയ്തിടും. എന്നിട്ട് പെട്ടെന്ന് ആ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്ത് അഡ്വാൻസസ് പ്ലേസ് ചെയ്യും. അപ്പം ടെക്നിക്കലി ദ പ്രൊഡ്യൂസർ ഇസ് ട്രാപ്ഡ്. അതായത് അതും പ്രത്യേകിച്ചും വലിയ പടങ്ങൾ എടുക്കാൻ വരുന്ന പ്രൊഡ്യൂസേഴ്സിന് ഒക്കെ പറ്റുന്ന പരിപാടിയാണ്. 10-15 കോടി രൂപയുടെ പടം എടുക്കാൻ വരും. ആ പടം തീർന്ന് ബിസിനസ്, അതായത് ഷൂട്ടിൽ തന്നെ പോയി അടുത്ത ബിസിനസ് സംസാരിച്ച്, അടുത്ത പ്രൊജക്റ്റ് സംസാരിച്ച്, പെട്ടെന്ന് 1 കോടി രൂപ അഡ്വാൻസ് ഒക്കെ മേടിച്ചെടുത്ത് എല്ലായിടത്തും കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് ഫസ്റ്റ് പടത്തിൻ്റെ ഷൂട്ട് തീരുന്നതിന് മുമ്പേ സെക്കൻഡ് പടത്തിന് നിങ്ങൾ അഡ്വാൻസുകളെല്ലാം നിങ്ങളിൽ നിന്ന് മേടിക്കും. സോ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. നിങ്ങൾ അവിടെ പുലിപ്പുറത്ത് കയറിയ അവസ്ഥയാണ്, താഴെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആര് വന്നാലും, ഷൂട്ടിംഗ് സെറ്റിൽ ആര് വന്നാലും ഒരു കാരണവശാലും ഞാനിപ്പം കഥ കേൾക്കുന്നില്ല, ഞാൻ അറിയിക്കാം എന്ന് പറയാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റിയാണ് ഇവരെല്ലാം പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റി. ഈ സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പിടിച്ചോ, ഈ നടൻ അടുത്ത പടം ചെയ്യുന്ന ഇന്നാരാണ്, ജോഷി സാറിൻ്റെ പടത്തിൽ പുള്ളിയാണ് ഒരു ഹീറോ. അപ്പം ഇപ്പം പിടിച്ചില്ലെങ്കിൽ അടുത്ത പടത്തിൽ പുള്ളി ഭയങ്കരമായിട്ട് റേറ്റ് കയറ്റും, പുള്ളിയെ നമുക്ക് കിട്ടത്തില്ല എന്ന് പറയും. ദാറ്റ്സ് വൺ സ്കേഴ്സിറ്റി. സെക്കൻഡ് സ്കേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയും ഈ സബ്ജക്റ്റ് നമ്മൾ പിടിച്ചില്ലെങ്കിൽ ഇന്ന പ്രൊഡ്യൂസർ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ആ പ്രൊഡ്യൂസർ പെട്ടെന്ന് പിടിച്ചു കളയും. അതുപോലെ തന്നെ OTT സാറ്റലൈറ്റ് ബിസിനസ് ഇപ്പം ഭയങ്കരമാണ്, ഇപ്പം നമുക്ക് ഒരു സാധനം ചെയ്താൽ എടുക്കാൻ ആളുണ്ട് എന്നൊക്കെ പല കഥകളും പറഞ്ഞിട്ട് ഒരു സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇതിൽ നിങ്ങൾ വീണ് പോയാൽ വീണതാണ്. ബിക്കോസ് ഇമാജിൻ, ചെവിക്കകത്ത് നിങ്ങൾ വെള്ളം ഒഴിച്ചു, ആ വെള്ളം ഇറങ്ങിയില്ല, വീണ്ടും നിങ്ങൾ ചെവിക്കകത്ത് വെള്ളം ഒഴിക്കും, ആദ്യത്തെ വെള്ളം ഇറക്കാൻ വേണ്ടി. ഈ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, നിങ്ങൾ സ്റ്റുഡിയോസിൽ കയറി ഇറങ്ങും, ഡിസൈനേഴ്സിൻ്റെ അടുത്ത് പോകും, പോസ്റ്റർ ഡിസൈനേഴ്സിൻ്റെ അടുത്ത് പോകും, സ്റ്റുഡിയോസിൽ പോകും. അവിടെ ചെന്നിരിക്കുമ്പം അവിടുത്തെ സ്റ്റാഫുകൾ ഇഷ്ടംപോലെ പേര് വേണം. മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അവർ പറയും, സാറേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്, നമുക്കൊരു സ്റ്റുഡിയോ ഒന്ന് തുടങ്ങാം. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല, നിങ്ങൾ 5 കോടിക്ക് പടം എടുക്കുന്ന ആളല്ലേ, ഇത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. ഒരു കോടി വന്നാൽ എല്ലാം കൂടെ ഒരു 1 കോടി, 1.5 കോടി രൂപ, 2 കോടി രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആവും, നമുക്കൊരു സ്റ്റുഡിയോ തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങളപ്പോൾ എന്ത് ചെയ്യും? 5 കോടിക്ക് പടം എടുക്കുന്ന ആൾക്ക് 1 കോടി രൂപ എന്ത്? അപ്പോൾ നിങ്ങളത് ചാടിക്കയറി ഒരു സ്റ്റുഡിയോ
അടിച്ചു കിട്ടും. എന്നിട്ട് പറയും, ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ലൈനപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് വെച്ചാൽ എൻ്റെ ഒരു 5 പടം വരുന്നുണ്ട്, പിന്നെ ഈ സ്റ്റുഡിയോയുടെ സ്റ്റാഫ് ഉണ്ട്, അപ്പോൾ അവന് ഒരുപാട് കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ അവൻ നിങ്ങളുടെ അടുത്ത് ഓഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്, അപ്പോൾ സാറേ നമുക്ക് ഇഷ്ടം പോലെ ബിസിനസ്, ഒരു വർഷം എങ്ങനെ പോയാലും നമുക്കൊരു 15 പടം കാണും, 15 ഇൻറ്റു ഇത്ര രൂപ എന്ന് പറയുമ്പോൾ 1.5 കോടി രൂപയാണ്. അത് നമ്മുടെ ഉദയനാണ താരത്തിൽ പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് എൻ്റെ തല വെച്ച് കഴിഞ്ഞാൽ 2 പൊറോട്ട വെച്ചിട്ട് ആൾക്കാർ കഴിക്കും, ഇതിന് തക്കവണ്ണം പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന മറ്റേ ശ്രീനിവാസേട്ടൻ ചോദിക്കുന്ന ഒരു ഡയലോഗാണ് എന്ന് പറഞ്ഞ പോലെ ഒരു കഥയാണ് ഈ കഥ. അപ്പോൾ നിങ്ങൾ ചാടി കയറി എവിടെയെങ്കിലും ഒരു മുറി കണ്ടെടുത്ത്, ഒരു ബിൽഡിംഗ് കണ്ടെടുത്ത് സ്റ്റുഡിയോ സെറ്റപ്പ് ഇടും. ഈ സ്റ്റുഡിയോ സെറ്റപ്പ് ഇടുന്നത് തന്നെ 10 ലക്ഷം രൂപയ്ക്കുള്ള സ്റ്റുഡിയോ ആണെങ്കിൽ നിങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്ക് 20 ലക്ഷം രൂപയാകും. കാരണം അക്കോസ്റ്റിക് ചെയ്യുന്നവൻ തൊട്ട് എല്ലാവരും കമ്മീഷൻ കയറ്റി വെച്ചിട്ട് എല്ലാവരും കമ്മീഷൻ അടിച്ചുകൊണ്ട് പോകും. അത് ആരാണോ നടത്തിക്കുന്നത് പുള്ളിയായിരിക്കും കമ്മീഷൻ അടിച്ചുകൊണ്ട് പോകുന്നത്. കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പ്രത്യേകിച്ചും ഗൾഫിൽ, ഈ ഗൾഫുകാരെ ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നത് വെച്ചാൽ സ്ഥിരമായിട്ട് ഇവിടെ അബദ്ധം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗൾഫുകാരും അമേരിക്കക്കാരുമാണ്. എന്താണോ ഒരു ലക്ഷ്യത്തിന് നിങ്ങൾ വന്നത്, ആ ലക്ഷ്യത്തിന് നിങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന കഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഡിസൈനേഴ്സിനെ നിങ്ങൾ പൊക്കും, അല്ലെങ്കിൽ സ്റ്റുഡിയോക്കാരനെ പൊക്കി പെട്ടെന്നൊരു സ്റ്റുഡിയോ അടിച്ചു കയറ്റി ഒരു 6 മാസം പടം ഇറങ്ങുന്ന ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങളത് ഉദ്ഘാടനം ചെയ്യും. നിങ്ങൾക്ക് എഡിറ്റിംഗ് ഷൂട്ടുണ്ട്, ഡപ്പിംഗ് ഷൂട്ടുണ്ട്, നിങ്ങൾക്ക് DI വർക്കുണ്ട്. അപ്പോൾ DIയുടെ മെഷീൻസിന് ഭയങ്കര വില. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു നല്ലൊരു തുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ചാടുന്നവന്മാർ വിചാരിക്കുന്നത്, അതായത് നിങ്ങൾ ഒരു പണി ഏൽപ്പിച്ചു, ആ സ്റ്റുഡിയോയിൽ പണി ഏൽപ്പിച്ചു, അവനെ അവിടുത്തെ ടെക്നീഷ്യനെയും കൊണ്ടാണ് ഇത് പോകുന്നത്. എല്ലാ ടെക്നീഷ്യന്മാരും സ്ട്രെയിറ്റ് ത്രൂ അല്ല, ഭയങ്കര തരികിടി അറിയുന്ന ടെക്നീഷ്യന്മാരുണ്ട്. ഈ തരികിടി അറിയുന്ന ടെക്നീഷ്യന്മാർക്ക് എന്താ വേണമെന്ന് വെച്ചാൽ വേറൊരുത്തൻ്റെ അണ്ടറിൽ ജോലി വേണ്ട, അവൻ്റെ സൗകര്യത്തിന് ജോലിയാണ്. അതിനുവേണ്ടി നിങ്ങളെ കരുവാക്കുന്നു, നിങ്ങൾ ചാടിപ്പുറപ്പെടുന്നു. ഇതേ സിറ്റുവേഷനാണ് മറ്റു പല മേഖലകളും. അതായത് ഞാനിപ്പോൾ ഡിസൈനറിനെ കുറിച്ച് പറഞ്ഞു, സ്റ്റുഡിയോസ്, VFX ഇങ്ങനെയുള്ള, അതായത് നിങ്ങൾ നോക്കുമ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ വർക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഈ ടെക്നീഷ്യൻസിന് മേളിൽ പൈസ മുടക്കരുത് എന്ന് പറയുന്നത്? ഇവിടെ ടെക്നീഷ്യന്മാർ ഒരുപാട് പേര് സ്റ്റുഡിയോ ഇട്ടിട്ടുണ്ട്. അവർ ചിലപ്പം ഫണ്ട് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്, ഫണ്ട് എടുക്കാതായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഫണ്ട് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് കാണും. പക്ഷെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ആവാത്തതെന്ന് ചോദിച്ചാൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ക്വാണ്ടിഫിക്കേഷൻ? അതായത് ഒരു പ്രൊജക്റ്റ് വന്നു, ഉദാഹരണം പറഞ്ഞാൽ VFXന് ഒരു പ്രൊജക്റ്റ് വന്നു. അപ്പം ഒരു പ്രൊഡ്യൂസറിന് VFX എല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ 5 ലക്ഷം രൂപ, വേറൊരു പ്രൊഡ്യൂസറിന് VFX ചെയ്തു വരുമ്പോൾ 8 ലക്ഷം രൂപ, വേറൊരാൾക്ക് വരുമ്പോൾ 12 ലക്ഷം രൂപ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതെങ്ങനെയാണ് ഇത്രയും വേരിയേഷൻ വരുന്നത്? ഒരു പ്രൊഡ്യൂസർ നിങ്ങൾ ഇത്ര ചാർജ് ചെയ്തു, ഈ വർക്കിന് ഇത്രയാണ്. അപ്പോൾ അവർ പറയും, സാറേ അങ്ങനല്ല, അതിനകത്ത് 80 ഇതുണ്ട്, പക്ഷേ ഫ്രെയിംസ് കൂടുതലാണ്, പിന്നെ അതുണ്ട് ഇതുണ്ട്. അതായത് ടെക്നിക്കലി ഉള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്തെ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരും ഇപ്പം GST ബുക്ക് ചെയ്യുന്ന പരിപാടി, ഞങ്ങളെപ്പോലുള്ള പ്രൊഡക്ഷൻ ഹൗസുകളെല്ലാം GST ബുക്ക് ചെയ്ത് ആ GST ഇൻപുട്ട് എടുത്ത് പോകുന്ന ആൾക്കാർ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. പ്രത്യേകിച്ചും ചെറിയ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം ക്യാഷ് കൊണ്ട് കൊടുക്കും. ഇത് ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഇൻവെസ്റ്റർ, നിങ്ങൾ അമേരിക്കയിലോ ദുബായിലോ ഇതൊന്നും അറിയാനേ പോകുന്നില്ല. എത്ര രൂപ കാശ് മേടിച്ചു, നിങ്ങൾക്ക് വരുന്നത് ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന കണക്ക് മാത്രമേ അതിനൊരു കണക്കുണ്ടാകത്തുള്ളൂ. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പം സ്റ്റുഡിയോയിൽ ഇരുന്നവനെല്ലാം ശമ്പളം കൊടുത്തു, ശമ്പളം എല്ലാം എഴുതിയെടുത്തു, തമാശ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡിയോ നടത്താൻ വരുന്ന, അതായത് പാർട്ട്ണർ എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്, ഇവരെല്ലാം ശമ്പളം എഴുതിയെടുക്കും. എന്നാൽ ലാഭത്തിൻ്റെ വിഹിതമല്ല ഇവരെടുക്കുന്നത്, ശമ്പളമാണ് എഴുതിയെടുക്കുന്നത്. അതായത് അവർക്ക് സ്വന്തമായിട്ട് നിങ്ങൾ കൊടുത്ത ഫണ്ട് വെച്ചിട്ട് ഒരു സ്റ്റുഡിയോ തുടങ്ങി, അവർ ശമ്പളം എഴുതിയെടുത്ത് എല്ലാ മാസവും നല്ലൊരു പെർച്ച് എഴുതിയെടുത്ത് പോകുന്നു. ഒരു വർഷത്തെ കണക്ക് നിങ്ങൾ നോക്കുമ്പം നിങ്ങൾക്ക് മുടക്കിയ പൈസ തിരിച്ചു വന്നിട്ടില്ല. 1. 2, എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടി. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ പടങ്ങളൊക്കെ സാധാരണ ഫ്ലോപ്പ് ആവാറാണ് ചെയ്യുന്നത്. അപ്പം ഫ്ലോപ്പുമായി നിങ്ങൾക്ക് ഇൻട്രസ്റ്റും പോയി അടുത്ത പടം പിടിക്കാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് ഈ സ്റ്റുഡിയോയോ ഈ ടെക്നിക്കൽ സൈഡ് എന്തായാലും VFX എന്ന് വെച്ചാൽ ഇത് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. എന്താണ് ബ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. ഈ ക്യാഷ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങുമ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പൈസ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ആദ്യം നമ്മുടെ ഒരു മോഹന വാഗ്ദാനം തന്നല്ലോ, 15 പ്രൊജക്റ്റ് ഒരു വർഷം. ഈ 15 പ്രൊജക്റ്റും ഇല്ല. എല്ലാ മാസവും 1-ാം തീയതി ആകുമ്പം നിങ്ങൾ എല്ലാവരുടെയും സാലറി ഇട്ട് കൊടുക്കുന്നു. കാരണം സാലറി കൊടുക്കണമല്ലോ, കാരണം നിങ്ങളാണല്ലോ ഇതിൻ്റെ ഓണർ. 80% ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലായിരിക്കുകയും ചെയ്യും. 20% കാണത്തുള്ളൂ ആ വന്ന ടെക്നീഷ്യൻ ടേൺഡ് മാനേജറിന്. അപ്പം
എൻഡ് ഓഫ് ദി ഡേ ആ പാർട്ട്ണറിന് ശമ്പളം നിങ്ങൾ കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം. കാരണം ഡി ഐ സ്റ്റുഡിയോയിൽ അറിയാമല്ലോ, എ സി ഇടാതെ നമുക്ക് ഡി ഐ സ്റ്റുഡിയോ വർക്കൗട്ട് ചെയ്യാനേ പറ്റത്തില്ല. അപ്പം എ സി ഹ്യൂജ് ഇലക്ട്രിസിറ്റി ബില്ലായിരിക്കും, ഇലക്ട്രിസിറ്റി ബില്ല് കാര്യം. അപ്പം പിന്നെ പ്രൊജക്റ്റുകൾ പതുക്കെ കുറയാൻ തുടങ്ങും. നിങ്ങൾ പറയും ഒരു കാര്യം ചെയ്യും, നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാം, പ്രൊജക്റ്റ് വരുന്നില്ല, ഇപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തെ ലൈറ്റ് ഓഫ് ചെയ്യുക, ടാപ്പ് അടച്ച് ബാത്റൂം പൂട്ടിയിടുക, ഒരു ബാത്റൂം യൂസ് ചെയ്താൽ മതി എന്ന് പറയുക. ഇങ്ങനെയുള്ള തരികളൊക്കെ നിങ്ങൾ ചെയ്യും. പക്ഷെ ഇതുകൊണ്ടൊന്നും യാതൊരു കഥയില്ല. കാരണം അത് ബ്ലീഡിങ്ങാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡിയോ ആണെങ്കിലും ഇതാണെങ്കിലും ബ്ലീഡ് ചെയ്ത് തുടങ്ങുന്നിടത്ത് നിങ്ങൾ ലോസസ് കട്ട് ഓഫ് ചെയ്യണം. അതായത് ലോസ് കട്ട് ഓഫ് ചെയ്ത് ആ ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. പിന്നെ ഇതൊരു ഡിപ്രിഷിയേറ്റിംഗ് അസറ്റാണ്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട. പ്രത്യേകിച്ചും ഈ നമ്മൾ സ്റ്റുഡിയോ ഒക്കെ ചെയ്യുമ്പം എല്ലാവരും ചെയ്യുന്നത് കഴിഞ്ഞാൽ പെർമനൻറ്റ് സ്ട്രക്ചേഴ്സാണ് കൂടുതലും ചെയ്യുന്നത്. പെർമനൻറ്റ് സ്ട്രക്ചേഴ്സും പെർമനൻ്റ് ആയിട്ടുള്ള മറ്റേ ഈ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊളിച്ചെടുക്കുമ്പം, അതായത് സീലിംഗ് ഒന്നും പൊളിച്ചാവുന്നില്ലല്ലോ. ആകെ നിങ്ങൾക്കുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെഷീൻസാണ്. മെഷീൻസ് ഒരു 3-4 വർഷം കൂടി കഴിയുമ്പോൾ ടെക്നോളജി ചേഞ്ച് ആവും. നിങ്ങളുടെ ഇരിക്കുന്ന പഴയ മെഷീന് പകുതി വില പോലും കിട്ടത്തില്ല. കിട്ടുന്ന വിലയ്ക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷെ എന്നാലും അങ്ങനെ ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോസസ് കട്ട് ചെയ്ത് എക്സിറ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഒരിക്കലും നിങ്ങളെ വെച്ചിട്ടല്ല ജീവിക്കണം. പിന്നെ US-ലോ അമേരിക്കയിലോ ഇവിടെ നിന്ന് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്നും മാനേജ് ചെയ്യാനും പറ്റത്തില്ല. അവരുടെ ക്യാഷ് മേടിക്കും, ടെക്നീഷ്യന്മാർ പുറത്തുനിന്ന് വർക്ക് എടുക്കും. അതായത് രാത്രി പണിയാണല്ലോ ഇൻഡസ്ട്രി അങ്ങനെയാണല്ലോ, രാത്രി പണിയാണ്. രാത്രിയിൽ ഒരു സാധനം കൊണ്ട് ചെയ്യും, ഇത് ചെയ്ത് തരാമോ എന്ന് ചോദിക്കും, എന്തെങ്കിലും റെൻഡർ ചെയ്ത് തരാമോ എന്ന് ചോദിക്കും. ആ റെൻഡറിങ് ആ മെഷീനിൽ നടക്കണമെന്ന് പോലും നിങ്ങൾക്ക് അറിയണമെന്നില്ല. ആ റെൻഡർ ചെയ്തതിൻ്റെ പൈസ അവൻ മേടിക്കും. അതൊരു 5000 രൂപ 4000 രൂപ കിട്ടുന്ന എല്ലാം ലാഭം. മെഷീൻ നിങ്ങളുടെ, കറണ്ട് നിങ്ങളെ, AC നിങ്ങളെ, എല്ലാം നിങ്ങളുടേത്. പക്ഷെങ്കിൽ കിട്ടുന്ന കാശെല്ലാം ആ ടെക്നീഷ്യൻ എടുത്തുകൊണ്ട് പോകും. ഇത് ആ സ്ഥാപനത്തിൻ്റെ മാനേജർ അറിയണമെന്ന് പോലുമില്ല. പല സ്ഥാപനങ്ങൾക്കും ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ഇല്ല. അതായത് എന്തൊക്കെ വർക്ക് ചെയ്തു, ടൈം ബുക്ക് ചെയ്യുന്ന, ടൈം ലോഗ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഇല്ല. ഇതില്ല. അതായത് മാനേജർമാർക്ക് ഇതിന് ഡിവൈസ് മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ല. എന്തിനാണ്? ആ മെഷീനിൽ എന്തൊക്കെ വർക്ക് ചെയ്തു ഒരാൾ നോക്കുന്നില്ല. ആ മെഷീൻ കൊടുക്കുന്നു, ഒരു വിശ്വാസത്തിൽ പോകുന്നു. പക്ഷെ പല ടെക്നീഷ്യന്മാരും പൈസ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, അതായത് പുറത്തുനിന്നുള്ള പ്രൊഡ്യൂസർ, നിങ്ങളെ എയിം ചെയ്ത് ഞാൻ സംസാരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, മലയാളം ഇൻഡസ്ട്രിയിലെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇയർ 600 crore 600 കോടി രൂപയാണ്. അതിനകത്ത് 400 കോടി വരുന്നത് NRI പ്രൊഡ്യൂസേഴ്സിനാണ്. അപ്പം നിങ്ങളുടെ വലിപ്പം നിങ്ങൾ അറിയുന്നില്ല. ആനെ പോലാണ്. 400 crore is coming from overseas investment into the industry. Only 200 crore is generated between all the guys here. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, ദയവ് ചെയ്ത് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. അത് നിങ്ങൾ എപ്പോഴാണ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളൊരു 5-10 മൂവി എടുത്തതിന് ശേഷം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയുടെ ഇൻ ആൻഡ് ഔട്ട് അറിയാൻ പറ്റും, കാര്യങ്ങൾ അറിയാൻ പറ്റും. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്ന് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ ഇൻഡസ്ട്രിയിൽ. അത് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. ചില ആൾക്കാരൊക്കെ ചാടി കയറി ക്യാമറ റെൻ്റൽ, യൂണിറ്റ് റെൻ്റൽ, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഈ വണ്ടി എവിടെ ഓടുന്നെന്നോ, യൂണിറ്റ് ഏത് സെറ്റിലാണോ വർക്ക് ചെയ്യുന്നതെന്നോ ഒന്നും നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. കാരണം ഇതൊന്നും ട്രാക്കുകൾ, GPS ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ ക്യാമറയിൽ. എവിടെയാണ് ക്യാമറ ഉള്ളത്? നിങ്ങൾ എവിടെ ഇരിക്കുന്നു, നിങ്ങൾക്കൊരു വിശ്വാസം, എല്ലാം ട്രസ്റ്റ് ഹൈ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് ആദ്യത്തെ പടം പിടിക്കാൻ വരുമ്പം ഇതിനൊന്നും ചാടി പുറപ്പെടാതിരിക്കുക, വീഴാതിരിക്കുക. ബിക്കോസ് എൻ്റെ അടുത്ത് നിങ്ങൾ അതിൻ്റെ മറുവശം കൂടെ ചിന്തിക്കുക. നിങ്ങളൊരു സ്റ്റുഡിയോയിൽ ഒരു വർക്ക് കൊടുത്തു, അവനെ ചാടിച്ചു. ആ സ്റ്റുഡിയോക്കാരന് 30 ദിവസമുള്ള അടുത്ത ആളെ റിക്രൂട്ട് ചെയ്ത് കയറ്റണം. നിങ്ങൾ രക്ഷപ്പെട്ടോ? അതില്ല. അപ്പം അത് ചെയ്യാതിരിക്കുക. ഇതാണ് എനിക്ക് ഈ NRI പ്രൊഡ്യൂസേഴ്സ്, എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും പറയാനുള്ളത്. ഈ ഒരു വഴിക്ക് ചിന്തിക്കരുത്. ഇതേപോലാണ് ഡയറക്ടേഴ്സ്. ഒരു ഡയറക്ടറിനെ നിങ്ങൾ തപ്പിയെടുത്തു, ഡയറക്ടറിൻ്റെ അടുത്ത് പടം എടുത്തതിന് ശേഷം ആ ഡയറക്ടറിനെ യൂസ് ചെയ്ത് മറ്റ് പല ബിസിനസ് മേഖലയിലേക്ക് നിങ്ങൾ കയറാൻ നോക്കും. അതും ഫെയിലറാണ്. കാരണം അത്ര വലിയ കഴിവുള്ള ആളാണെങ്കിൽ പുള്ളി സക്സസ്ഫുൾ ആയിരുന്നല്ലോ. പുള്ളി സക്സസ്ഫുൾ അല്ല, ആദ്യത്തെ പടം എടുത്ത് തന്നെ ഫ്ലോപ്പാക്കി. ഡയറക്ടറിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പം ഈസി ആയിട്ടൊരു മാർഗമുണ്ട് പ്രൊഡ്യൂസേഴ്സ്.
നിങ്ങൾ ഒരു 2-3 പടം എടുത്ത ഡയറക്ടേഴ്സിനെ നോക്കുക. പുള്ളി ഇവിടുത്തെ പ്രൊഡക്ഷൻ ഹൗസുകൾ, മെയിൻ പ്രൊഡക്ഷൻ ഹൗസുകൾ പുള്ളിക്കാരൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. മെയിൻ പ്രൊഡക്ഷൻ ഹൗസുകൾ പുള്ളിക്കാരൻ അഡ്വാൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ he is not in their good books, none of the good books എന്ന് പറഞ്ഞാൽ പുള്ളി പ്രൂവ് ചെയ്തിട്ടില്ല എന്നത്. അതായത് ഒരു പടം ഓടിക്കാണും, ഒരു പടം ഫ്ലോപ്പായി കാണും, പക്ഷെ അന്നേരവും ഇവിടുത്തെ മേജർ പ്രൊഡക്ഷൻ ഹൗസുകളൊന്നും അഡ്വാൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ദർ ഈസ് സംതിങ് പ്രോബ്ലം, റൈറ്റ്? കാരണം അങ്ങനെയാണെങ്കിൽ അത്രയ്ക്ക് വലിയ ആളാണെങ്കിൽ അഡ്വാൻസസ് കിട്ടണ്ടേ? ഈ നിങ്ങൾ ജിസ് ജോയെ നോക്കുക, എന്തോ ഒരു അഡ്വാൻസ് മേടിച്ച് പുള്ളി മേടിച്ച അഡ്വാൻസ് സൺഡേകളുടെ സമയത്ത് മേടിച്ച അഡ്വാൻസ് ഐ ബിലീവ് ലാസ്റ്റ് ഇയറോ ഈ വർഷമാണ് പുള്ളി ചെയ്തു തീർത്തത്. ചിദംബരം ഇസ് അനദർ എക്സാമ്പിൾ, നിങ്ങൾ നോക്കി അറിയാം. ഗിരീഷ് ഷെഡി ഇസ് അനദർ എക്സാമ്പിൾ. അപ്പം ചില ആൾക്കാരുണ്ട്, ഇപ്പം ഞാൻ ഇന്നാളെ ഒരു പ്രൊഡ്യൂസറിനെ സംസാരിച്ചപ്പം പുള്ളി ഒരു പടത്തിന് ഒരു ഡയറക്ടറിനെ വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് പുള്ളിയുടെ പടം ആ ഡയറക്ടറാണ് ചെയ്തത്. അതിന് മുമ്പ് ചെയ്ത പടം ഫ്ലോപ്പാണ്. നല്ല ഡയറക്ടറാണ്, അതായത് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഈസ് എ എക്സ്ട്രീം ഗുഡ് ഗൈ, നല്ല ടെക്നീഷ്യനാണ്. നമ്മൾ സാധനം ചെയ്താൽ പുള്ളി ചെയ്തു തരും. പക്ഷെങ്കിൽ ക്രിയേറ്റീവ് ക്രാഫ്റ്റ് ഇല്ല. അതായത് ഒരു കൊമേഴ്ഷ്യൽ മൂവിക്ക് വേണ്ടുന്ന എലമെൻറ്റ് ആ ഡയറക്ടറിന് കുറച്ച് കുറവാണ്. അത് അല്ലെങ്കിൽ പുള്ളിക്കാരനൊരു നല്ലൊരു പ്രൊഡക്ഷൻ ബാനറിന് അസോസിയേറ്റ് ചെയ്താൽ ചിലപ്പോൾ ആ ഒരു ഷോർട്ട് കമ്മിങ്സ് കവറപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ദയവ് ചെയ്ത് എനിക്ക് ഓൾ പ്രൊഡ്യൂസേഴ്സിന് പറയാനുള്ളത്, ആൾട്ടർനേറ്റീവ് ബിസിനസ്സിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യാതിരിക്കുക ഇവിടെ. കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ 15 ലക്ഷം രൂപ ക്യാമറയ്ക്ക് കൊടുത്തു, ഒരു ക്യാമറ മേടിക്കാൻ എനിക്ക് ഒരു 50 ലക്ഷം രൂപ ഉള്ളൂ, അപ്പം 3 പടം എടുത്തു കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് ഇത് ഓക്കെ ആവും, എൻ്റെ ക്യാപെക്സ് റീകൂപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾ അപ്പുറത്തെ സൈഡ് ചിന്തിക്കുക, ഓപ്പെക്സ്. അതായത് ഒരു ക്യാമറ ഒരു യൂണിറ്റ് പോകണമെങ്കിൽ 6 മുതൽ 8 പേര് വരെ വേണം. വർക്കില്ലെങ്കിൽ ഇവരുടെ സാലറി അത് നിങ്ങളുടെ തലയ്ക്കാണ്. കാരണം നിങ്ങളുടെ പേരുണ്ടല്ലോ, പേര് കളയാൻ പറ്റത്തില്ലല്ലോ, നിങ്ങളുടെ തലയ്ക്കാണ് സാലറി. ആ വണ്ടി ഓടുന്നതിൻ്റെ പെട്രോൾ, അതിൻ്റെ മെയിൻ്റനൻസ്, എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ്, അതിൻ്റെ ഫിൽറ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം my recommendation is to guys, come do a movie, learn the industry, learn your trade, then expand. Whether horizontal expansion ayalum vertical expansion ayalum. Anyway, I believe I have covered enough of a portion for this. Thank you very much for listening to me. See you in the next episode.